ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പത്തനാപുരം പുതുവലിൽ വാഹനാപകടം. അമിതവേഗതയിലെത്തിയ കാർ ഇരുചക്രവാഹന യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. 2 പേർക്ക് പരിക്ക്. ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ചാനൽ ലൈവിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പത്തനാപുരം താലൂക്കിലെ പട്ടയ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴരുതെന്ന മുന്നറിയിപ്പുമായി തഹസീൽദാർ. വാർത്തകൾ വിശദമായി. പത്തനാപുരം പുതുവലിൽ വാഹനാപകടം. അമിതവേഗതയിലെത്തിയ കാർ ഇരുചക്രവാഹന യാത്രികരെ ഇടിച്ചു വീഴ്ത്തി. പത്തനാപുരം ശാലേംപുരത്ത് വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. പത്തനാപുരം ആലവിള ഈട്ടിക്കാല വീട്ടിൽ വിനയൻ, മലനട മൺകണ്ടത്തിൽ വീട്ടിൽ അനന്തകൃഷ്ണൻ എന്ന 12 വയസ്സുകാരൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിയന്ത്രണം വിട്ടുവന്ന കാർ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. കാർ ഓടിച്ചിരുന്ന യുവാവ് മദ്യപിച്ചിരുന്നതായും ഇയാൾ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിച്ച് അപകടം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും സാക്ഷികൾ പറഞ്ഞു. പത്തനാപുരം ശാലേപുരം പൗരസമിക്കം റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏർപ്പെട്ട പുതുവൽ തോമ ചാർച്ചിന്റെ ഏരിയയിൽ സ്ഥിരമായി ഒരു ആക്സിഡന്റ് സോണായി മാറിയിരിക്കുകയാണ്. അതിന് സദർ നടപടി അധികം സ്വീകരിക്കണം വേണ്ട വിനീതമായി അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ സ്റ്റാൻഡ് ബ്രേക്കർ, സ്പീഡ് ബ്രേക്ക് കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടാക്കത്തോളം കാലം ഇത് നിരന്തരമായ സംഭവമാണ്. 1 മാസത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിട്ട് വീണ്ടും ഇവിടെ ഇരിക്കുകയാണ്. ഇതിന്റെ ഇന്ന് നടക്കുന്നു. പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ പ്ലാച്ചേരി വാർഡിൽപ്പെട്ട ക്ഷേത്രഗിരി മാങ്കോണം റോഡ് നാടിന് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് കെ രാജു MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയിലെ പ്ലാച്ചേരി വാർഡിൽ ഉൾപ്പെട്ട ക്ഷേത്രഗിരി മാങ്കോണം റോഡിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അഡ്വക്കേറ്റ് കെ രാജു MLA ആണ് റോഡ് നാടിന് സമർപ്പിച്ചത്.
8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് മൈലക്കൽ വാർഡിലെ ചെങ്കുളം താഴെ ഭാഗം റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ ജനങ്ങൾക്ക് സമർപ്പണം നടത്തിയിരിക്കുകയാണ്. ഒരു മുനിസിപ്പൽ റോഡാണ്. ഈ റോഡിൻ്റെ ഗുണഭോക്താക്കളായിട്ട് താഴെ ഭാഗത്ത് താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. അവർക്ക് സഞ്ചാരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അവിടെ 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി അവർക്ക് വളരെയേറെ പ്രയോജനം ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനിയും റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കുറച്ചേറെ ഭാഗങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കാനുണ്ട്. ആ ബാക്കി കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ പുതിയ കൗൺസിലറിൻ്റെ ചുമതലയിൽ തുടർന്ന് ഉടനെ തന്നെ അത് പൂർത്തീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. വാർഡ് കൌൺസിലർ S. അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ വൈസ് ചെയർമാൻമാരായ VP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് PA എനസ്, മുൻ കൌൺസിലർ സുനിലാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെയും പുല്ലൂർ നഗരസഭയുടെയും അതിർത്തി പ്രദേശമാണ് മാങ്കോണം. ഒറ്റപ്പെട്ട കിടന്ന ഈ പ്രദേശത്ത് റോഡ് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. 4 വർഷം മുമ്പാണ് റോഡിന്റെ നിർമ്മാണത്തിനായി തുക അനുവദിച്ചത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിർമ്മാണ ജോലികൾ നീണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. RSP പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 23-ന് പുനലൂരിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. പൊതുസമ്മേളനം MK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. നൂറുകണക്കിന് RSP പ്രവർത്തകരും അനുഭാവികളും അണിനിരക്കുന്ന റാലി TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിലിപ്പ് K. തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങോട് സുരേഷ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീധരൻ പിള്ള എന്നിവർ സംസാരിക്കും. പുനലൂർ മുനിസിപ്പൽ മേഖലയിൽ വിവിധ പാർട്ടികൾ പ്രവർത്തിച്ചിരുന്ന നൂറുകണക്കിന് പ്രവർത്തകരെയും നേതാക്കളെയും RSPയിലേക്ക് നേതാക്കൾ സ്വീകരിക്കും. പുതുതായി പ്രസ്ഥാനത്തിലേക്ക് വരുന്ന CPM, CPI മറ്റിതര പാർട്ടികളിൽ നിന്നുള്ളവരെ സ്വീകരിക്കാനും തീരുമാനിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് 23-ാം തീയതി നമ്മുടെ പുനലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നൂറുകണക്കിന് RSP സഖാക്കളുടെ നേതൃത്വത്തിലുള്ള അനുസ്മരണ സമ്മേളന ജാഥ ടൗൺ ചുറ്റി വൈകുന്നേരം മാർക്കറ്റ് ജംഗ്ഷനിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സ്റ്റേജിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലത്തിന്റെ MP ശ്രീ MK പ്രേമചന്ദ്രൻ സഖാവ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് അഡ്വക്കേറ്റ് ഫിലിപ്പ് K. തോമസ് 15ഓളം വരുന്ന CPM, CPI മെമ്പർഷിപ്പിൽ നിന്ന് RSPയിലേക്ക് ചേരുന്നവർക്ക് മെമ്പർഷിപ്പ് നൽകി അവർ സ്വീകരിക്കുകയും ചെയ്തു. ഈ ചടങ്ങുകളിൽ നിസ്സീമമായ സഹകരണം നിങ്ങളുടെയല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി എന്ന നിലയിൽ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒന്നായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പരമാവധി സഖാക്കളെ കൂട്ടിയിണക്കി പരമാവധി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരാൻ തയ്യാറുള്ള അനുഭാവികളാവുന്ന ആളുകളെ കൂട്ടിയിണക്കി ഈ മണ്ഡലത്തിൽ വ്യാപകമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനമാണ് 23-ാം തീയതി. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാൻ, ജില്ലാ കമ്മിറ്റി അംഗം അംബിക, അഡ്വക്കേറ്റ് സുരേഷ്, E. സെബാസ്റ്റ്യൻ, അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1-ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2-ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3-ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4-ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5-ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പത്തനാപുരത്ത് ചാനൽ ലൈവിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദേവസ്വം ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ചാനൽ ലൈവിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. ദേവസ്വം ബോർഡിന്റെ ഭൂമി വളരെയേറെ അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അന്യാധീനപ്പെട്ട ഭൂമിയെ സംബന്ധിച്ച് സമഗ്രമായ ഒരന്വേഷണവും പഠനവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഏറ്റവും അവസാനം കോടതി ഈ 2-3 ഘട്ടത്തിലായി ഇത് വീണ്ടെടുക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പദ്ധതിയും പരിപാടിയും ആസൂത്രണം ചെയ്തു. ഭഗവാന്റെ മുതലെടുത്ത് അനുഭവിക്കാൻ ആർക്കും യോഗമുണ്ടാകില്ല. അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പോലുമുള്ള സൗകര്യമില്ല. ക്ഷേത്രത്തിന്റെ 82 ഏക്കറോളം സ്ഥലം പലരുടെയും കൈവശമാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. അന്യാധീനപ്പെട്ട ഭൂമിയെല്ലാം തിരിച്ചുപിടിച്ച് സൗഹൃദ സംഭാഷണത്തിലൂടെ സമാധാനപരമായി ഭഗവാന്റെ മുതലെടുത്താൽ അനുഭവിക്കാൻ യോഗമുണ്ടാകില്ല, കുഞ്ഞുങ്ങൾക്കെങ്കിലും അതിന്റെ ദോഷമുണ്ടാകും എന്ന ഒരു മെസ്സേജിലൂടെ ദൈവത്തിന്റെ വക ദൈവത്തിന് എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഏറ്റവും ഇവിടെ അടുത്തറിയാവുന്നത് അച്ചൻകോവിൽ, പത്തനാപുരം നിയോജകമണ്ഡലത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഞാൻ അച്ചൻകോവിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ അച്ചൻകോവിൽ രഥോത്സവത്തിനും പോയ ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ അതിൻ്റെ ഭൂമിയെ പറ്റിയും സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ പോയി പഠിച്ചു, അന്വേഷിച്ചു. അവിടെ ഒരു ബസ് ഇടാൻ പോലും, ഒരു ബസ് തിരിക്കാൻ പോലും സാഹചര്യമില്ല. ഇല്ല, കയ്യേറാതെ തന്നെയുള്ള സ്ഥലം ആ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. അത് പ്രയോജനപ്പെടുത്തത്തക്ക നിലയിൽ ഭക്തന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു വണ്ടി കൊണ്ടുവന്നാൽ അത് തിരിക്കുന്നതിന്, കുറേ വണ്ടികൾ വന്നാൽ അത് വെയിറ്റ് ചെയ്യുന്നതിന്, പാർക്ക് ചെയ്യുന്നതിന് ഉള്ള സ്ഥലം ഉണ്ടാക്കുന്നതോടൊപ്പം 32 ഏക്കർ കൃഷിനിലം കഴിഞ്ഞ 20 വർഷമായി പാട്ടം എന്ന പേരിൽ മറ്റു പലരുടെയും കയ്യിൽ. ഭഗവാന് വേണ്ടത് ഭഗവാന്റെ മണ്ണിൽ നിന്ന്, ഭക്തന് വേണ്ടത് ഭക്തന്റെ മണ്ണിൽ നിന്നായിരിക്കണം എന്ന ഒരു കാർഷിക മെസ്സേജ് കൂടി ഇതിന്റെ പിന്നിൽ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടയ വിതരണത്തിന്റെ മറവിൽ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകം. തട്ടിപ്പുകാരുടെ വലയിൽ വീഴരുതെന്ന് പത്തനാപുരം തഹസീൽദാർ പ്രദീപ് ചാനൽ ലൈവിനോട് പറഞ്ഞു. പത്തനാപുരം താലൂക്കിലെ പട്ടയരഹിത ഭൂമിയിലും കനാൽ പുറമ്പോക്കുകളിലും താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള റവന്യൂ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റവന്യൂ അധികാരികളുടെ അറിവോ സമ്മതമോ കൂടാതെ തട്ടിപ്പ് സംഘങ്ങൾ പട്ടയ ആവശ്യക്കാരെ തേടിപ്പിടിച്ച് കള്ളപ്രചരണം നടത്തി പണം തട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽ അകപ്പെടരുതെന്നും തഹസീൽദാർ പ്രദീപ് അറിയിച്ചു.
നമ്മൾ പത്തനാപുരം പുന്നല വില്ലേജുകളിലായിട്ട് KIPയുടെ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ തലത്തിലെ തീരുമാനം അനുസരിച്ച് അത് അളന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുറമ്പോക്ക് അളന്നുതിരിക്കുന്ന കണ്ടുകൊണ്ട് പല ആളുകളുടെ കയ്യിൽ നിന്നും പട്ടയം നൽകാനെന്ന പേരിൽ വ്യാപകമായ രീതിയിൽ പിരിവ് നടക്കുന്നതായും അപേക്ഷ സ്വീകരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പട്ടയത്തിന് അപേക്ഷ മേടിക്കാൻ വില്ലേജ് ഓഫീസർക്കും തഹസീൽദാർക്കും മാത്രമേ അവകാശമുള്ളൂ. ആയതിനാൽ പൊതുജനങ്ങൾ അപേക്ഷകൾ അതാത് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ആണ് സമർപ്പിക്കേണ്ടത്. അല്ലാതെ ഇടനിലക്കാരായ ആളുകൾക്ക് അപേക്ഷ നൽകി അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടായാൽ റവന്യൂ വകുപ്പിനോ വില്ലേജ് താലൂക്ക് ഓഫീസുകൾക്കോ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നു. സൂക്ഷിക്കേണ്ട ബാധ്യത പൊതുജനങ്ങൾക്കാണ്. ഇത് പട്ടയത്തിന് അപേക്ഷ മേടിക്കാൻ ആരെയും ഇവിടുന്ന് ചുമതലപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോടതി ഉത്തരവ് ലംഘിച്ച് അഖില കേരള വിശ്വകർമ്മ സഭ കേരള വിശ്വകർമ്മ സഭ എന്ന പേരിൽ പ്രവർത്തിക്കുന്നതായി ആരോപണം. വിശ്വകർമ്മ സഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ച് അഖില കേരള വിശ്വകർമ്മ സഭ ഭാരവാഹികൾ കേരള വിശ്വകർമ്മ സഭ എന്ന പേര് മാറ്റി പ്രവർത്തിക്കുന്നതായാണ് ആരോപണം. കേരള വിശ്വകർമ്മ സഭ ഭാരവാഹികൾ പുനലൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 1860 ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ടിന്റെ 21ാം ചാപ്റ്റർ പ്രകാരം കോഴിക്കോട് കേന്ദ്രമായി സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള വിശ്വകർമ്മ സഭ. രജിസ്ട്രേഷൻ നമ്പർ S277/2003. അങ്ങനെ കേരള വിശ്വകർമ്മ സഭ എന്ന പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഈ ദിവസം വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേ ഒരു സംഘടന ഈ S277/2003. എന്നാൽ കേരളത്തിൽ കേരള വിശ്വകർമ്മ സഭ എന്ന പേരിൽ മറ്റ് ഒരു നമ്പരോടുകൂടി ചില വാർത്തകളും ചില പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു. അത് 2001 1947 രജിസ്റ്റർ ചെയ്ത അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പേര് കേരള വിശ്വകർമ്മ സഭ എന്നാക്കി മാറ്റാൻ ശ്രീ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു സംഘടനാ പ്രവർത്തകൻ, അന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന ശ്രീ ദേവദാസ് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പേര് കേരള വിശ്വകർമ്മ സഭ എന്നാക്കി മാറ്റാനായിട്ട് ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ സംഘടനയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും രജിസ്ട്രേഷൻ ആക്ടിന്റെ, അതായത് കമ്പനി ആക്ടിന്റെയും എല്ലാം പച്ചയായ ലംഘനമായതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും 2006 ജൂലൈ മാസം 17-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഇപ്പോഴും തുടരും. 1947 ഡിസംബർ 5 നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം 38/11/23 രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പ്രസിഡന്റായി 2000 തെരഞ്ഞെടുക്കപ്പെട്ട PR ദേവദാസ് സംഘടനയുടെ പേര് കേരള വിശ്വകർമ്മ സഭ എന്ന് മാറ്റുവാൻ ശ്രമം നടത്തിയിരുന്നു അത്രേ. എന്നാൽ 17/7/2006 കേരള ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യുകയും ആ സ്റ്റേ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 17/7/2006 കേരള ഹൈക്കോടതി ഈ നീക്കം സ്റ്റേ ചെയ്തിരുന്നു. അതായത് അഖില കേരള വിശ്വകർമ്മ സഭയുടെ പേര് കേരള വിശ്വകർമ്മ സഭ എന്ന് മാറ്റിയിട്ടില്ല. ഇതിനിടെ 2003 കേരള വിശ്വകർമ്മ സഭ എന്ന പുതിയ സംഘടന നിലവിൽ വരികയും ചെയ്തു. അഖില കേരള വിശ്വകർമ്മ സഭയുടെ പ്രസിഡന്റായ PR ദേവദാസിന് കേരള വിശ്വകർമ്മ സഭയുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കെ കേരള വിശ്വകർമ്മ സഭയുടെ പത്തനാപുരം താലൂക്ക് യൂണിയനെ പിരിച്ചുവിട്ടെന്നും TK സോമശേഖരൻ, VK മുരളീധരൻ, G ബാബുജി എന്നിവരെ പുറത്താക്കിയെന്നും പറയുന്നത് വിരോധാഭാസമാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. കേരള വിശ്വകർമ്മ സഭയുടെ പേരും അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ രജിസ്റ്റർ നമ്പരും ഉപയോഗിച്ചാണത്രേ PR ദേവദാസിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നത്. ചില മാധ്യമങ്ങൾ രജിസ്ട്രേഷനുള്ള കേരള വിശ്വകർമ്മ സഭയെ പത്മനാഭൻ വിഭാഗമെന്നും രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനയെ കേരള വിശ്വകർമ്മ സഭയെന്നുമാണത്രേ വിശേഷിപ്പിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സോമശേഖരൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം R വിശ്വനാഥൻ, യൂണിയൻ പ്രസിഡന്റ് K സുഗതനാചാരി, യൂണിയൻ സെക്രട്ടറി VK മുരളീധരൻ, മഹിളാ കമ്മിറ്റി പ്രസിഡന്റ് S മുരുകമ്മാൾ, ഖജാൻജി C രമണി, യൂണിയൻ ഖജാൻജി ശശിധരൻ V എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്,
as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മേ, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പത്തനാപുരത്ത് നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. KP ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ നന്മ പച്ചക്കറി സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികലയുടെ അധ്യക്ഷതയിൽ KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ വിൽക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് വാങ്ങുന്നതിനും ഈ കേന്ദ്രത്തിലൂടെ സാധിക്കും. ജൈവ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, ജൈവ വളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. കൃഷി ഓഫീസർ S രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത രാജേഷ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അലിനി ആന്റണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് മുഹമ്മദ്, അജിത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ വസന്തൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതാ സോമരാജൻ, നളിനാക്ഷൻ, അമ്പിളി രാജീവൻ, ബാബുരാജ്, രതീശൻ, S സുജാത, CR രജികുമാർ, ജെസി തോമസ്, ഷേർലി ഗോപിനാഥ്, പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A നജീബ് ഖാൻ, പുന്നല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MA മുഹമ്മദ്, പൊതുപ്രവർത്തകനായ ചേത്തടി ശശി, KK രാജൻ, S സന്തോഷ്, കൃഷി ഓഫീസർ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ കാഞ്ഞിരത്തുമൂട് ഇണ്ടിളയപ്പൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികം സംഘടിപ്പിച്ചു. പ്രതിഷ്ഠാവാർഷികത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും കലാപരിപാടികളും അരങ്ങേറി. ചിതറ കാഞ്ഞിരത്തമ്മോട് ഇണ്ടിളയപ്പൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികമാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. പ്രതിഷ്ഠാവാർഷികത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. രാവിലെ 8 മണിക്ക് പാഞ്ചഗവ്യ കലശപൂജ, നവകപൂജ എന്നിവയും 9 മണിക്ക് പാഞ്ചഗവ്യ കലശാഭിഷേകവും ശതകലശാഭിഷേകവും നവകാഭിഷേകവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ ക്ഷേത്രം വക അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു. ക്ഷേത്രം തന്ത്രി കോക്കുളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ മാധവര ശംഭുപോറ്റി, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക ചടങ്ങുകൾ നടന്നത്. പ്രതിഷ്ഠാവാർഷികത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കഴിഞ്ഞ ദിവസം പത്തനാപുരം ബ്യൂറോയുടെ വാർത്തയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ പേര് AA റഹീം എന്നതിന് പകരം AA അസീസ് എന്ന് തെറ്റിവായിച്ചതിൽ ഖേദിക്കുന്നു. ഇനി സമരടി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം പുതുവലിൽ വാഹനാപകടം. അമിത വേഗതയിലെത്തിയ കാർ ഇരുചക്ര വാഹന യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. 2 പേർക്ക് പരിക്ക്. ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ചാനൽ ലൈവിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പത്തനാപുരം താലൂക്കിലെ പട്ടയ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴരുതെന്ന മുന്നറിയിപ്പുമായി തഹസീൽദാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.